ജീവിതത്തിൽ സിറ്റിയോ ടൗണോ ഒന്നും കണ്ടിട്ടില്ലാത്ത കാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു ഫാമിലി. കാട്ടിൽ വേട്ടയാടിക്കൊണ്ടും കുറെ ബുക്കുകൾ പഠിച്ചുമൊക്കെയാണ് അവർ അവിടെ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ടൗണിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ടൗണിലുള്ള കാഴ്ചകളെല്ലാം അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2016 ഇറങ്ങിയിട്ടുള്ള ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ ഒരു കാട്ടിൽ കറുത്ത പെയിൻറ്റും അടിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നതായിട്ട് കാണിക്കും. ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോ. ഹീറോയും ഫാമിലിയും അവിടെ ഇരിക്കുന്നത് മൃഗത്തെ വേട്ടയാടാനാണ്. അങ്ങനെ അവർ ആ മൃഗത്തെ വേട്ടയാടുകയും ചെയ്യും. പിന്നീട് ആ കാട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വരുന്നതായിട്ടും കാണിക്കും. ഇതാണ് ഹീറോയും ഹീറോയുടെ ഫാമിലിയും. ഈ കുട്ടികളുടെ എല്ലാം ഹെഡാണ് അവരുടെ ഡാഡിയായിട്ടുള്ള നമ്മുടെ പടത്തിലെ ഹീറോ. കാട്ടിലെ ജീവിതം മടുത്തതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് കാട്ടിലേക്ക് വന്നതാണ് ഹീറോ. കാട്ടിൽ താമസിക്കുകയും ഇവിടെ ട്രെയിനിങ് കൊടുക്കുകയും ഇവിടെ തന്നെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നമ്മുടെ ഹീറോ. അതായത് ഈ കുട്ടികൾ സ്കൂളിൽ പോലും പോകാറില്ല, എല്ലാം ഹീറോ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി രാത്രിയിൽ പാട്ടും ആഘോഷവും ഒക്കെ ആയിട്ട് കഴിച്ചുകൂടും. പിറ്റേ ദിവസം രാവിലെ ഹീറോ വീണ്ടും ട്രെയിനിങ് തുടങ്ങും. ഒരു വലിയ മൃഗത്തെ എങ്ങനെ എതിർക്കണമെന്നുള്ളതൊക്കെയാണ് ട്രെയിനിങ്. ഈ കുട്ടികളുടെയൊക്കെ അമ്മ, അതായത് ഹീറോയുടെ ഭാര്യ, ഈ കാട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഷുഗറിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. അതായത് സിറ്റിയിലെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അവിടേക്ക് പോയ പുള്ളിക്കാരി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ അന്വേഷിച്ച് ഹീറോയും അവൻ്റെ മകനും സിറ്റിയിലേക്ക് ഇറങ്ങും. അങ്ങനെ രണ്ടുപേരും ടൗണിലെ ഒരു വീട്ടിൽ പോയി താമസിക്കും. ആ ടൈമിൽ ഹീറോയുടെ മകന് ഒരു ലെറ്റർ വരും. മകൻ ആ ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോയി വായിക്കും. ആ ലെറ്ററിൽ എഴുതിയിരുന്നതോ അവൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു. ഇത് കേട്ട മകൻ നല്ല വിഷമത്തിലാകും. അവൻ ഈ കാര്യം ഹീറോയെ വിളിച്ചറിയിക്കും. ഇത് കേട്ട ഹീറോയും വിഷമത്തിലാകും. പിന്നീട് രണ്ടുപേരും ടൗണിൽ നിന്ന് വീണ്ടും കാട്ടിലേക്ക് യാത്ര തുടങ്ങും. കാട്ടിൽ ചെന്ന ശേഷം ബാക്കിയുള്ള മക്കളോട് അമ്മ മരണപ്പെട്ട കാര്യം അറിയിക്കും. ഇത് കേട്ട് വിഷമത്തിലായ മക്കള് അമ്മയെ കാണാൻ വേണ്ടി നാട്ടിൽ പോകണമെന്ന് പറയും. പക്ഷേ ഹീറോ പറയും, ഇവിടെ ഒരു റൂളുണ്ട്, ഇവിടെ വന്നപ്പോൾ നമ്മൾ നാട്ടിൽ പോകില്ലെന്നായിരുന്നു പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പോകില്ലെന്ന്. പക്ഷേ മക്കളെല്ലാവരും അമ്മയെ കാണാൻ പോകാൻ വേണ്ടി നല്ല വാശിയില്ലായിരുന്നു. പക്ഷേ ഹീറോ ആണെങ്കിലോ നമ്മളിനി അങ്ങോട്ടേക്ക് പോകില്ല, മര്യാദയ്ക്ക് പോയി ട്രെയിനിങ് ചെയ്യാൻ മക്കളോട് പറയും. പിറ്റേ ദിവസം മക്കളെയും കൊണ്ട് ഹീറോ ട്രെയിനിങ്ങിന് പോകും. ഒരു മലയുടെ മുകളിൽ കയറുന്നതായിരുന്നു അവർക്കുള്ള ട്രെയിനിങ്. ആ ടൈമിൽ ഹീറോയുടെ ഇളയ മകൻ്റെ കൈയൊന്ന് മുറിയും. ഇത് കണ്ട ഹീറോ പറയും, നീ ഇതൊന്നും കാര്യമാക്കണ്ട, ഇതെല്ലാം നീ തന്നെ ശരിയാക്കണം. നിന്റെ ലൈഫിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും വരില്ല, അതുകൊണ്ട് തന്നെ നീ തന്നെ എല്ലാം ശരിയാക്കി ഉയർന്നു വരണമെന്ന് പറയും. അങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഹീറോ മക്കളുമായി വണ്ടിയിലേക്ക് കയറും. ആ ടൈമിൽ കുട്ടികളുടെ മുഖം നല്ല വിഷമത്തിലായിരുന്നു. പോകുന്ന വഴി ഹീറോ പറയും, ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ടൗണിലേക്ക് പോകുന്നേ ഇല്ല, നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചു പോയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഹീറോ ചോദിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കുട്ടികളുടെ മുഖം നല്ല വിഷമത്തിലായിരുന്നു. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ഹീറോ അവരെ ടൗണിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. ഇതെല്ലാം കേട്ട കുട്ടികളും നല്ല ഹാപ്പിയാകും. പോകുന്ന വഴി അവരവിടെ മുഴുവൻ അത്ഭുതത്തോടെ കാണും. കാരണം ഇവർ ജനിച്ചപ്പോൾ മുതൽ കാട്ടിലായിരുന്നു. ആദ്യമായാണ് ഇവർ ടൗൺ കാണുന്നത്. പോകുന്ന വഴി മൂത്ത മകൾ ബുക്ക് വായിക്കുന്ന കണ്ട ഹീറോ അതേത് ബുക്കാണെന്ന് ചോദിക്കും. പറഞ്ഞ ഉടനെ ആ ബുക്കിൽ നിന്ന് കുറേ ചോദ്യങ്ങളും ഹീറോ അവളോട് ചോദിക്കും. അങ്ങനെ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ പുറകെ പോലീസ് വരുന്നത്. ഇത് കണ്ട ഹീറോ വണ്ടി ഒതുക്കുകയും ചെയ്യും. പോലീസ് വന്നത് കണ്ട ഹീറോ മക്കളോട് പറയും, ഇതും നിങ്ങളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്, ഇത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണമെന്ന്. അടുത്തേക്ക് വന്ന പോലീസ് ഹീറോയുടെ ലൈസൻസ് ചോദിക്കും. ഹീറോ കൊടുക്കുകയും ചെയ്യും. ആ ടൈമിൽ കുട്ടികളെ കണ്ട പോലീസ് ഇത്രയും കുട്ടികളുണ്ടോ എന്ന് ചോദിച്ച് വണ്ടിയുടെ അകത്തേക്ക് കയറും. വണ്ടിയുടെ അകത്തുള്ള ഒരു പെട്ടി തുറക്കാനായി പോലീസ് പോകുമ്പം ഹീറോയുടെ മകനൊരു പാട്ട് പാടും. ഇത് കേട്ട് ബാക്കി കുട്ടികളും ആ പാട്ട് ഏറ്റുപാടും. കുട്ടികളുടെ പാട്ട് സഹിക്കാൻ പറ്റാതെ പോലീസിന് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടിയും വരും. അങ്ങനെ പിന്നീട് കുട്ടികൾക്ക് വിശന്നത് കൊണ്ട് കുട്ടികളുമായി ഹീറോ ഹോട്ടലിലേക്ക് കയറും. അവിടെയുള്ള മെനു കാർഡ് കണ്ട മകള് ചോദിക്കും, കോക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന്. ഹീറോ പറയും, അത് പോയിസൺ വാട്ടർ ആണെന്ന്. മെനു കാർഡിലുള്ള ബർഗറും സാൻഡ്വിച്ചും മിൽക്ക് ഷേക്കും ഒക്കെ എന്താണെന്ന് ആ കുട്ടികൾ ആവേശത്തോടെ ചോദിക്കും. ഇത് കേട്ട ഹീറോ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ളതൊന്നും കഴിക്കാൻ കിട്ടില്ലെന്ന് പറഞ്ഞ് കുട്ടികളുമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഹീറോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും. പക്ഷേ ഹീറോയുടെ കയ്യിലോ കാശുമില്ലായിരുന്നു. കാട്ടിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയുടെ കയ്യിൽ ഒട്ടും തന്നെ കാശില്ലായിരുന്നു.
സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷം ഹീറോ ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് അഭിനയിക്കും. ഇത് കണ്ട ഹീറോയുടെ മകൻ അവിടെയുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടും. എല്ലാ ആളുകളും ഹീറോയുടെ അടുത്തേക്ക് വരും. ആ ടൈമിൽ ബാക്കി 2 മക്കളും അവിടെയുള്ള സാധനങ്ങളെല്ലാം ബാഗിലേക്ക് എടുത്തിട്ട ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഓടും. അവർ വണ്ടിയിലേക്ക് ഓടി കയറുകയും ചെയ്യും. പിന്നീട് ഹീറോ വണ്ടിയുമായി കുട്ടികളെ ഒരിടത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് ഹീറോ കുട്ടികളോട് പറയും, ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ട കുട്ടികൾ പറയും, ന്യൂ ഇയറോ? ന്യൂ ഇയറിന് ഇനി ഒരുപാട് ദിവസങ്ങളില്ലേ എന്ന്. ഹീറോ പറയും, പക്ഷെ നമ്മൾ ഇന്നാണ് കേക്ക് വാങ്ങിച്ചത്, അതുകൊണ്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോവുകയാണെന്ന്. അതോടൊപ്പം തന്നെ ഹീറോ മക്കൾക്കെല്ലാം കുറെ ഗിഫ്റ്റും കൊടുക്കും. എല്ലാ കുട്ടികൾക്കും ഹീറോ കത്തി കൊടുക്കും. പക്ഷേ ഏറ്റവും ഇളയ മകൾക്ക് ഒരു ബുക്ക് മാത്രം കൊടുക്കും. 2ാമത്തെ മകന് അമ്പം കൊടുക്കും. പക്ഷെ അത് ഇഷ്ടപ്പെടാത്ത മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പിന്നീട് ഹീറോ ബുക്ക് കൊടുത്ത ആ കുട്ടിക്ക് ഒരു കത്തിയും കൂടി കൊടുക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഹീറോ കുട്ടികളുമായി അവിടുന്ന് ഹീറോയുടെ ഭാര്യയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന ശേഷം എല്ലാവരും ഡിന്നർ കഴിക്കാനായും തുടങ്ങും. എല്ലാവരും പലതും സംസാരിക്കാനായും തുടങ്ങും. ഹീറോയുടെ ഭാര്യയുടെ അനിയത്തിയുടെ പേരാണ് ഹാർപ്പർ. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഹാർപ്പർ ഹീറോയുടെ ഭാര്യയെക്കുറിച്ച് പതിയെ പറയും. ഇത് കേട്ട ഹീറോ പറയും, പതിയെ ഒന്നും പറയണ്ട, ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാം അറിയാമെന്ന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച ശേഷം ഹാർപ്പർ ഹീറോയോട് ചോദിക്കും, കുട്ടികൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന്. ഇത് കേട്ട ഹീറോ പറയും, ഞങ്ങൾ കാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, അവിടെ ജീവിക്കാൻ പഠിച്ചു, ഞങ്ങൾക്കിനി കാശിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ആ ടൈമിലാണ് കുട്ടികൾ രാത്രി ബെഡും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് കിടക്കാനായി പോകുന്നത്. ഇത് കണ്ട ഹാർപ്പർ പറയും, അകത്ത് കിടക്കാനായി സ്ഥലമുണ്ടല്ലോ എന്ന്. ഹീറോ പറയും, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കിടക്കുന്നതാണ് കംഫർട്ട് എന്ന്. പിറ്റേ ദിവസം രാവിലെ ഹാർപ്പർ ഹീറോയോട് ചോദിക്കും, കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കണ്ടേ? എൻ്റെ കുട്ടികൾ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്, അവരിപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പഠിച്ചാൽ കുട്ടികൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയും. ഇത് കേട്ട ഹീറോ, എൻ്റെ കുട്ടികളെ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയും. ഹാർപ്പർ പറയും, അതുകൊണ്ടൊന്നും ആകില്ല, കുട്ടികളെ ഏതെങ്കിലും സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് പറയും. ഇത് കേട്ട ഹീറോ ആണെങ്കിലോ ഹാർപ്പറിൻ്റെ 2 മക്കളെയും വിളിക്കും. 2 പേരോടും ഒരു ചോദ്യവും ചോദിക്കും. ഇത് കേട്ട 2 പേരും ഒന്നും അറിയാതെ കിളി പോയി നിൽക്കും. ആ ടൈമിൽ ഹീറോ തൻ്റെ ഏറ്റവും ഇളയ മകളെ വിളിക്കും. ഹാർപ്പറിൻ്റെ മക്കളോട് ചോദിച്ച അതേ ചോദ്യം ഹീറോ തൻ്റെ മകളോട് ചോദിക്കും. ഇത് കേട്ട കുട്ടിയാണെങ്കിലോ എല്ലാത്തിനും ആൻസർ പറയും. അതോടൊപ്പം തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായ ചോദ്യങ്ങൾക്കും ഉത്തരം പറയും. ഇത് കേട്ട ഹാർപ്പറും ഫാമിലിയും അത്ഭുതപ്പെടുകയും ചെയ്യും. പിന്നീട് ഹീറോ മക്കളെയും വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകും. അവിടെ തങ്ങുന്ന ടൈമിൽ അവിടേക്ക് മറ്റൊരു പെൺകുട്ടിയും കൂടി താമസിക്കാനായി വരും. ഹീറോയുടെ മൂത്ത മകൻ്റെ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ കണ്ട ആ പെൺകുട്ടിക്ക് അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് ഹീറോയുടെ മൂത്ത മകൻ ആ പെൺകുട്ടിയുമായി മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ അവൻ ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഹീറോയും ഫാമിലിയും കൂടി അവിടെ നിന്ന് വീണ്ടും യാത്രയാകും. എല്ലാവരും കൂടി അവരുടെ അമ്മയുടെ അടക്കം നടക്കുന്ന പള്ളിയിലേക്ക് പോകും. പള്ളിയുടെ അകത്തേക്ക് ഹീറോയും ഫാമിലിയും അടിപൊളിയായി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരും. ഇവരുടെ ജീവിതം എന്താണെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കാമെന്ന് ഹീറോ പറയും. വൈഫിൻ്റെ ബോഡിയുടെ അടുത്തേക്ക് എത്തിയ ഹീറോ വൈഫിനെ കുറിച്ച് പല കാര്യങ്ങളും പറയും. ഹീറോ പറയും, എൻ്റെ വൈഫ് ഒരു ലെറ്റർ എഴുതി വെച്ച ശേഷമാണ് മരണപ്പെട്ടത്. ആ ലെറ്ററിൽ ഉണ്ടായിരുന്നതോ എൻ്റെ ബോഡി അടക്കാൻ പാടില്ല, ബുദ്ധിസം പോലെ കത്തിക്കണമെന്നായിരുന്നു. ബോഡി കത്തിച്ച ശേഷം അതിൻ്റെ ആഷസ് ടോയ്ലറ്റിൽ കളയണമെന്നുമായിരുന്നു വൈഫ് എഴുതി വെച്ചതെന്ന് ഹീറോ പറയും. ഈ ലെറ്ററെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയുള്ള ബോഡി ഗാർഡെല്ലാം ഹീറോയെ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് എറിയുന്നത്. അവിടെ ഹീറോയുടെ അമ്മയച്ചനുണ്ടായിരുന്നു. പുള്ളി ഹീറോയോട് പറയും, എൻ്റെ ലൈഫിൽ നിന്നെപ്പോലെ ഒരാളെ കണ്ടിട്ടേ ഇല്ല, നീയാണ് ഏറ്റവും മോശപ്പെട്ട ആളെന്ന്. ഇത് കേട്ട ഹീറോ ആണെങ്കിലോ, നിങ്ങളുടെ മകളുടെ ആഗ്രഹം നടത്തി കൊടുക്കാത്ത നിങ്ങളല്ലേ ഏറ്റവും മോശമെന്ന് പുള്ളിയോടും പറയും. പിന്നീട് ഹീറോയും ഫാമിലിയും മറ്റൊരിടത്തേക്ക് പോകും. അവിടെ വെച്ച് ഹീറോയുടെ മകന് തോന്നും ഹീറോ ചെയ്യുന്നതാണ് തെറ്റെന്നും ഹീറോ ആണ് അവൻ്റെ അമ്മയെ കൊന്നതെന്നുമൊക്കെ. സിറ്റിയിൽ ഇത്രയും നല്ല ലൈഫുണ്ടായിട്ട് വെറുതെ കാട്ടിലേക്ക് പോയെന്നും സിറ്റിയിലുള്ള ലൈഫാണ് നല്ലത് എന്നൊക്കെ അവന് തോന്നും. അതുകൊണ്ട് തന്നെ അവൻ ഗ്രാൻഡ്ബയുടെ അടുത്തേക്ക് പോകും. അതായത് ഹീറോയുടെ അമ്മയച്ചൻ്റെ അടുത്തേക്ക് പോകും. ഇതറിഞ്ഞ ഹീറോ ഗ്രാൻഡ്ബയുടെ അടുത്തേക്ക് പോകും. പുള്ളി ഹീറോയോട് പറയും, മകൻ ഇവിടെ തന്നെയാണുള്ളത്, പക്ഷെ അവന് നിൻ്റെ കൂടെ വരാൻ ഇഷ്ടമല്ല. ലീഗലി നോക്കുകയാണെങ്കിൽ അവൻ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്, കാരണം നീ സ്കൂളിലും വിടില്ല, അതുപോലെ തന്നെ അവനെ ടോർച്ചറും ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കേസ് കൊടുത്താൽ നീ അകത്തു പോകുമെന്നും പുള്ളി പറയും. ഇത് കേട്ട ഹീറോ പറയും, അവൻ എൻ്റെ മകനാണ്, എൻ്റെ കൂടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലമെന്ന്. ഇതൊക്കെ കേട്ട് ശല്യം സഹിക്കവയ്യാതെ ഗ്രാൻഡ് പോലീസിനെ വിളിച്ച് അറിയിക്കും. ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. പുറത്തേക്ക് ഇറങ്ങി ഹീറോ ആണെങ്കിലോ തൻ്റെ ഇളയ മകനെ വിളിക്കാൻ വേണ്ടി മകളെ വീടിനകത്തേക്ക് വിടും. മകളെ വീടിനകത്തേക്ക് ഒളിഞ്ഞു കയറുകയും ചെയ്യും.
അവൾ ആ വീടിൻ്റെ ഓടുവഴി മുകളിലേക്ക് കയറും. ആ ടൈമിലാണ് കാല് തെന്നി അവൾ താഴേക്ക് വീഴുന്നത്. അവളുടെ കഴുത്ത് ഒന്ന് ഫ്രാക്ചർ ആകുകയും ചെയ്യും. അങ്ങനെ ഹീറോ അവളുമായി ആശുപത്രിയിലേക്ക് പോകും. ഡോക്ടർ പറയും ലക്കുള്ളത് കൊണ്ട് മരണമൊന്നും സംഭവിച്ചില്ലെന്ന്. അങ്ങനെ പിന്നീട് ഹീറോയും കുട്ടികളും എല്ലാം കൂടി ഗ്രാൻഡ്പയുടെ വീട്ടിലേക്ക് താമസം മാറും. കുറേ നാൾ അവരവിടെ താമസിക്കും. ആ ടൈമിൽ ഹീറോ മക്കളോട് പറയും, ഞാൻ വെറുതെ ട്രെയിനിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറേ ടോർച്ചർ ചെയ്തു. ഏറെക്കുറെ നിങ്ങളെ കൊലപ്പെടുത്താൻ നോക്കുന്നത് പോലെയായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിനും സോറി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഹീറോ അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങും. കുട്ടികൾ പോകണ്ടെന്ന് നിർബന്ധിക്കും. പക്ഷേ ഹീറോ അതൊന്നും കേൾക്കില്ല. അവൻ്റെ താടിയും മീശയും ഒക്കെ പഠിച്ച ശേഷം ഹീറോ അവിടുന്ന് ഇറങ്ങും. അവൻ്റെ യാത്ര തുടങ്ങും. അങ്ങനെ യാത്രക്കിടയിൽ ഒരിടത്ത് ചെല്ലുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഹീറോ അറിയാതെ മക്കൾ ആ വണ്ടിയിൽ കയറിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ മക്കളെല്ലാം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരും. ഹീറോ ചോദിക്കും, നിങ്ങളപ്പോൾ ഗ്രാൻഡ്പയുടെ വീട്ടിലില്ലായിരുന്നു എന്ന്. ഇത് കേട്ട മക്കൾ പറയും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളും കൂടെ ഉണ്ടാകുമെന്ന്. ഹീറോയെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പയ്യൻ വരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ശേഷം എല്ലാത്തിനോടും ക്ഷമ ചോദിക്കുകയും ചെയ്യും. പിന്നീട് ഹീറോയും മക്കളും അവരുടെ അമ്മയുടെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് തീരുമാനിക്കും. എല്ലാവരും ശ്മശാനത്തിലേക്ക് പോയ ശേഷം അവരുടെ അമ്മയുടെ ബോഡി കണ്ടുപിടിക്കും. അവിടുന്ന് അത് എടുത്തുകൊണ്ട് വരികയും ചെയ്യും. അങ്ങനെ അവരുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ ബോഡി കത്തിക്കുകയും അവരുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബോഡിയുടെ ആഷസ് എല്ലാം ടോയ്ലറ്റിൽ കൊണ്ടിടുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഹീറോയുടെ മൂത്ത മകൻ തൻ്റെ ഇഷ്ടം പോലെ ഒരു യാത്ര പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്യും. പിന്നീട് ഹീറോയും ബാക്കി മക്കളും പഴയ വീട്ടിലേക്ക് വരികയും അവരുടെ പഴയ ലൈഫ് തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.